മനുഷ്യനം മെച്ചെടുക്കാനായിട്ട് പാതിരാത്രി വരാൻ സാറേ, ഒരു കേസ് വന്നിട്ടുണ്ട്. തൽക്കാലം ഏതെങ്കിലും ഒരു സെല്ലാക്ക്. സെല്ലൊന്നും ഒഴിവില്ല സാർ, ഒരു സ്ത്രീയാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ശരി സാർ. എന്നെ കൊല്ലാൻ അവൻ വന്നത്. കൊല്ലാനോ? എന്തിന്? ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അവരുടെയൊക്കെ നിലനിൽപ്പിന്
ഭീഷണിയാ. മനസ്സിലായില്ല. ഞാനും എന്റെ അനിയത്തിയും അച്ഛനും എന്ത് സന്തോഷമായിരുന്നു. സോഫ്റ്റ്വെയറുകളുടെ മാസ്മരിക ലോകത്ത് പുതിയ പരീക്ഷണങ്ങളുമായി ഞാൻ ബാംഗ്ലൂരിൽ. ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ നാട്ടിലെത്തും, അച്ഛനെയും അനിയത്തിയും കാണാനുള്ള കൊതിയോടെ. ശ്രീകൃഷ്ണപുരം വരെ പോണം. എന്താ പ്രശ്നം? നമ്മളാരാ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ? കുഞ്ഞേ, ദേ ഇവർ രണ്ടുപേരും കുറെ നേരമായി എന്റെ മോളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ദേ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരും ഒന്ന് സഹായിക്കാൻ പോലും വന്നില്ല. എന്താ, ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടോ? അതേടാ, ഉണ്ടെങ്കിൽ വേണ്ട മോളെ, ഞങ്ങളെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഒരു പാവം പെണ്ണിനെ പന്ത് കെട്ടുന്ന കണ്ടിട്ട് തെരുവ് സർക്കസ് കാണുന്ന കൗതുകത്തോടെ വായും പൊളിച്ച് നോക്കി നിൽക്കുക. പേടിച്ചിട്ടാ മോളെ, ഇവരൊക്കെ ഇവിടുത്തെ വലിയവരുടെ മക്കളാ. തന്റെ ഭാര്യയ്ക്ക് പെണ്ണക്കാണെ ഗതി വന്നെങ്കിലോ? മുഖത്ത് മീശ വെച്ച് നടന്നാലെന്ന് ആണാവലിടോ. ഷൈൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ചേച്ചി, എന്താടാ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോളെ? സുഖമായിരുന്നോ? സുഖം. പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു ഇര കിട്ടി, ഒന്ന് കൊത്തി. ഒരു തമാശ. എന്താ മോളെ? വല്ല വേല ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലാതെന്താ. അല്ലറ ചില്ലറ വേലത്തരങ്ങൾ ഒപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അല്ല മോളെ? എന്നെ കുളിച്ച് വേഷം മാറ്റാൻ നോക്കേ. സുധിയെ ചേച്ചിക്കറിയാലോ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് സുധിയെ ഇഷ്ടാ. എന്ത്? അമ്പടി കള്ളി, അപ്പൊ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും നേരത്തെ ചില ഹിൻസൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ആട്ടെ, സുധിക്ക് നിന്നോടെങ്ങനെ? എന്തോ എനിക്കറിയില്ല. അയ്യടാ, ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയില്ലെന്നോ? എന്തോ എനിക്ക് ഈ റൊമാൻസിലൊന്നും വലിയ ത്രില്ല് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ മാധവ് മാഷിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എന്റെ സംശയം. എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. മോള് ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. എന്റെ കുട്ടി വെറുതെ ചാടിക്കളിച്ചാണ് ഈ ഊർജം. ആ പാർത്തോ പറമ്പിൽ ഉപയോഗിച്ച എത്ര നന്നായിരുന്നു. അച്ഛനും ഇത് ബാധകമാണ്. എന്നെ വിട്ടേക്കേ, ഞാൻ വയസ്സായില്ലേ. ചെറുപ്പക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛ, ഈ ചേച്ചി സൂക്ഷിക്കണം. ബ്ലാക്ക് ബെൽറ്റാ. ഒന്ന് പോടെ ഇവിടുന്ന്. പെൺകുട്ടികളായാലും അല്പം കരാട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഓ പിന്നെ വായിലെ നാക്ക് നന്നായ ഒരു ബെൽറ്റും വേണ്ട. അത് പണ്ട്. ഞാനും അത്ര മോശമൊന്നുമല്ല. ഓഹോ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് മുട്ടി നോക്കിയേ. ഓഹോ, പ്ലീസ് ചേച്ചി. മോളെ, നീ ഇറങ്ങാറായില്ലേ? ദാ ഇറങ്ങാ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. അച്ഛാ, ഞാൻ കോളേജിൽ പോവാ. അച്ഛാ, ഞാൻ ഇപ്പൊ പോവേ. അച്ഛാ.
എന്ത് കരുതിയാവോ? ഓ, അച്ഛനെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, നീ കയറടി. പിന്നെ എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. ആഹാ, നീ കയറടി. ഓക്കെ. അമ്പലത്തിൽ വരുമാനമൊക്കെ എങ്ങനെ വേണോ? ശബരിമല സീസൺ അല്ലേ, കുഴപ്പമില്ല. ഓഹോ. അല്ല, നമ്മുടെ മാധവ മാഷല്ലേ പോണേ? ഒരു 2 മണിക്കൂർ. 2 മണിക്കൂറോ? അല്ല, മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക. അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂറാവുക. എടാ, വാക്കിൽ പഴവും നെല്ലിൽ പതിരൊക്കെ സർവ്വസാധാരണ അല്ലേ? ഇവരെ കൊട്ടാ അവിടെ നിൽക്കുന്ന ഒരു എനിക്കും തിരക്കണ്ടേ? മാഷേ, മാഷ് ആ ഒരു 4 ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല. അതുകൊണ്ട് പൈസയുടെ കാര്യമായിരിക്കും. തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, താൻ അതിനെ കുറിച്ചൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ലാന്ന്. തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോട്ടോളൂ. അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ. പിന്നെ കണ്ട സ്ഥിതിക്ക് മറ്റൊരു കാര്യം. എന്താടോ? അതായത് ഈ പലതും പറഞ്ഞു കേട്ടിരുന്നു. അല്ല, ആർക്കു വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? താൻ നേരെ ചെയ്ത കാര്യം ഒന്ന് പറ. നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീര വണ്ടിയുടെ പുറകില് ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോകണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. അല്ല, നമ്മുടെ കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആൾക്കാർക്കൊന്നും മതിയല്ലോ. അല്ലേ? അതെ അതെ. അച്ഛനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ല എന്ന് പറയായിരുന്നു. അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രായത്തിന്റെ ഇത്തിരി കുസൃതിത്തരങ്ങളൊക്കെ കാണും എന്ന് കരുതി. ഒക്കെ ഈ അച്ഛനറിയാൻ മോളെ. എന്നും എനിക്ക് എന്റെ കുട്ടികളാ വരുന്നത്. പലരും രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചിട്ടും. അതൊക്കെ പോട്ടെ. അനിതയോടെ മോള് തന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഒരുത്തി ഇവിടെ ഇങ്ങനെ നിൽക്കേ. അതോർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്റെ അംബിഷൻ അത് ഏറെക്കുറെ അച്ഛനും അറിയാലോ. അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കണോ? നീ ഈ പറയുന്ന അംബിഷൻസ് ഒക്കെ എനിക്കുണ്ട് മോളെ. ആദ്യം എന്നെ ഒരു കരക്കെത്തിക്കട്ടെ, പിന്നെയല്ലേ അനിത. അവള് പഠിക്കല്ലേ. സുധിയോടും നീ എന്നെ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കേ. എന്താ നിന്റെ ഉദ്ദേശം? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമം നടിച്ച് വളച്ചൊടിച്ച് നശിപ്പിക്കാമെന്നോ? അതോ? ചേച്ചി, അത് ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നോക്ക്, ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമായെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഒരു ഉറപ്പ്, എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പ് അത് ഞങ്ങൾക്ക് തരണം. പക്ഷെ ഒരു കാര്യം, അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അതും ഇല്ല, ഒരിക്കലുമില്ല. എന്നെ വിശ്വസിക്കാം. ഓക്കെ, ബി വെയിറ്റ്. അവളുടെ പഠിത്തം കഴിയട്ടെ, ഞാൻ നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം.
കണ്ണുള്ള ചാന്ത് തൊട്ടും കസ്തൂരി മഞ്ഞൾ തേച്ചും അഴകോടെ വന്നു നീയൻ വധുവായി മാറുവാൻ ഒരു കുഞ്ഞു കമ്മലിട്ടു പൊൻവളകൾ കൈവിട്ടു മിഴിദീപമുള്ളിരിഞ്ഞു മലർമിഴിയിലെന്തിനോ മണിത്തിങ്കൾ കയറി പോരൂ കണിക്കൊന്ന പൂവിരിക്കും പെണ്ണേ മണിത്തിങ്കൾ കയറിപ്പോരൂ കണിക്കൊന്ന പൂവിരിക്കും പെണ്ണേ കിന്നാരക്കാറ്റിൽ പൊന്നുന്ന പഴം പിന്നം പിന്നം ചിരിച്ചും കൊണ്ടാടുവാൻ പകൽ പക്ഷി പവനൊരു വരും പുഴയുടെ വേലിക്കാലം വെയിൽ വന്നു പന്തലിട്ടു വെള്ളോട്ടു തൂമെനഞ്ഞു വെണ്ണിക്കാവ് തൂവൽ തന്നു മേൽക്കൂര നെയ്യുവാൻ കുയിലിന്റെ പാട്ടു കേട്ടു കുഞ്ഞാറ്റ താളമിട്ടു പനിനീ കുടഞ്ഞതാരോ പുലകാല മഞ്ഞു മഴയിൽ നാഗസ്വരം പകവേണം വേണം നാലുകൂട്ടം നിറഞ്ഞ വേണം നാഗസ്വരം തകിലേവം വേണം നാലുകൂട്ടം നിറസദ്യ വേണം വായാടി പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞാൽ മന്ദം മന്ദം മണിയറപ്പൂകണം പകൽ പക്ഷി പവനൊരു കാന്തരും പുഴയുടെ വേലിക്കാലം പകൽ പക്ഷി പവനൊരു കാന്തരും പുഴയുടെ വേലിക്കാലം എന്താടാ മാക്കാനെ എവിടെയും പോയില്ലേ വെറുതെ കിട്ടിയ ചുണ്ണാമ്പ് തിന്നുമല്ലേ ഇതെന്താ പിണ്ണാക്കാ ശരിക്കല്ലേ പേടിയാവണു എന്തോ ഇവനിന്ന് എവിടെയും പോയി കണ്ടില്ല ഈ ഒരു ഇരിപ്പാ പാവം അച്ഛനാടെ മോളെ പെൻഷൻ വാങ്ങാൻ പോയതാ എന്തേലും വിശേഷിച്ച് അതെ മോളെ കാശൊന്ന് അച്ഛനെ ഏൽപ്പിക്കണം കേട്ടോ എന്നാ ബാംഗ്ലൂർക്ക് തിരിക്കണേ ഈ ആഴ്ച തന്നെ പോണം ലീവില്ല നോർത്ത് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയുടെ കോൺട്രാക്ട് ഞങ്ങൾക്കാ എന്നും ഈ കമ്പ്യൂട്ടറായിട്ട് ഊര് ചുറ്റി നടന്നാൽ മതിയോ അച്ഛന് പ്രായം കൂടി വരികയല്ലേ അതുകൊണ്ട് മോളി പിടിവാശിയൊക്കെ ഒന്ന് മാറ്റണം അനിതക്കുഞ്ഞിന്റെ കാര്യം അറിയാലോ അച്ഛൻ വന്നു തനിക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ സമയം കിട്ടിയോ ഒരു പെട്ടിക്കട തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഈ കണക്കിന് കാര്യമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങിയ തന്റെ പൊടി പോലും കാണാൻ കിട്ടില്ലല്ലോ രാമുണ്ണേട്ടൻ അച്ഛന്റെ കാശായിട്ട് വന്നാ അതവിടെ വെച്ചേക്കും മോളെ ഇതിവിടെ കൊണ്ട് എത്തിക്കാഞ്ഞ ഇയാൾക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല പിന്നെ താൻ സുമതിയോടും കുട്ടിയോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറയാ പറയാം പക്ഷെ കടയിലാളില്ല എന്നിട്ട് പുറത്തോട്ട് പോണം എങ്ങനെ പ്രേമം തലക്ക് പിടിച്ചെന്നാ തോന്നുന്നേ ഒന്ന് പോടി നീ നിർത്തിയോ ഇവളുടെ കാര്യം പോക്ക വാടാ ഒന്ന് വേഗം വാ ഒന്ന് വേഗം നടക്കുന്നേ എന്നെ കളിയാക്കൊന്നും വേണ്ട കുറച്ചു കഴിഞ്ഞാ കളിയൊക്കെ കാര്യമാവാൻ പോണല്ലോ പെണ്ണെ ഒന്ന് പൊടി പ്ലീസ് ഒരു നിന്റെ തങ്കിടിപ്പ്
ദാ ഇപ്പൊ തന്നെ സമയത്രയെന്നറിയോ? ഒടുക്കത്തൊരു മിനിക്കും കൂട്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കെട്ടിയിട്ടില്ല, അതിനു മുമ്പ് കയറി പരിചയക്കല്ലേ. നടക്കട്ടെ നടക്കട്ടെ. താങ്ക് യു. ഇത് വല്ലാത്ത കഷ്ടം തന്നെ. പ്രോഗ്രാം സ്ഥലത്തേക്കുള്ള ദൂരം ആലോചിക്കുമ്പോഴാ. വണ്ടി കയറണം. പ്രോഗ്രാം നേരത്തെത്തില്ലെങ്കിൽ നാട്ടുകാർ തല്ലും. അതിപ്പോ പ്രോഗ്രാം നടത്തിയാൽ അതൊക്കെ തന്നെ സ്ഥിതി. നിർത്ത്. ഇതങ്ങനെ സ്റ്റേജ് നല്ലോണം ചെയ്ത 10 പ്രോഗ്രാം കിട്ടിപ്പോയനെ. കഞ്ഞി കുടിക്കാമായിരുന്നു. സ്വയം പോകട്ടല്ലേ. ഒന്ന് ക്ഷമിയിടോ. ഞാൻ ക്ഷമിക്കാം, പക്ഷെ സംഘാടകർ ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. പ്ലീസ് ഒരു മിനിറ്റ്. പെണ്ണിങ്ങി കാണാൻ ഇവനുടെ പെണ്ണിങ്ങി വന്നെങ്കിൽ ഇങ്ങനെയുണ്ടോ പെണ്ണിന് മാത്രമായ ആണുങ്ങൾ? രാത്രി നേരത്തും രാവിലെ നേരത്തും ഉച്ചക്ക് ഇറക്കിലും ഒറ്റയ്ക്ക് ചെല്ലുന്നു. എന്റെ പെണ്ണെ വാ, എന്റെ മുന്നിലൊന്ന് വാ. യാത്ര അയക്കാൻ അങ്ങയുടെ പ്രയത്നം വന്നില്ലെങ്കിൽ നമ്മളിന്ന് പരിപാടിക്ക് പോകുന്നില്ലേ? ഇല്ലെങ്കിൽ കോട്ട് കൈ. ടീം മാനേജർ ആയാലും ഇങ്ങനെ തന്നെ വേണം. അനിത വന്നോ? നിങ്ങളിവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രിയ സുഹൃത്തുക്കളെ, അങ്ങോട്ട് നമ്മളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ കഥയിലെ നായിക അനിത. അടിക്കുമ്പോ ഞാൻ പറയുന്ന പോലെ അടിക്കേണ്ടത്. അനിത ചെയ്ത മെല്ലെ മെല്ലെ, മന്ദമന്ത്, പതുക്കെ പതുക്കെ. എങ്ങനെ അനിതിന് മന്ദമന്ദം കടന്നു വരികയല്ലോ. വീടിനെ മെല്ലെ മെല്ലെ. അതാ കിടന്നു വരികയാണ് നമ്മുടെ കഥാനായിക. പ്രേമം നിന്നിൽ രോഗം കൂട്ടി, പ്രേമി മുന്നിൽ കാണാറായി, സ്നേഹം നിന്നിൽ കൂടാനായി, വേഗം വന്നു നിന്റെ ഡാർലിംഗ്. പോകുന്നു പൊന്നു മോനെ, കാണൂ നിന്റെ പഞ്ചാര. പോണം നമ്മൾ പ്രോഗ്രാമിൽ, പാടൂ കൂട്ടുകാരെ. ഇവനാണോ നമ്മ പാരാ, അത് പാടൂ കൂട്ടുകാരെ. ഇവനാണോ നമ്മ പാരാ, ഒന്ന് പാടൂ കൂട്ടുകാരെ. ഇവനാണോ നമ്മ പാരാ, ഒന്ന് പാടൂ കൂട്ടുകാരെ. കുറച്ച് ദൂരെ പ്രോഗ്രാം, 2 ദിവസം കഴിഞ്ഞേ വരൂ. സോറി മോനെ, ഒന്ന് കേറ് മോനെ, പ്രേമത്തിൽ കണ്ടുവല്ല നിന്റെ സീനെ. ഇനി ദുഃഖിച്ച് കാണല്ലേ നീ, ഇന്ന് സ്വപ്നത്തിൽ കണ്ടീര മോനെ. ദിവ്യമാം ലേബലിൽ കാട്ടിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ദിവ്യമാം പ്രേമമെന്ന ലേബലിൽ കാട്ടിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ദിവ്യമാം പ്രേമമെന്ന ലേബലിൽ കാട്ടിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ദിവ്യമാം പ്രേമമെന്ന ലേബലിൽ കാട്ടിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. കോളേജിലേക്കാണെങ്കിൽ ഇതിൽ കേറിക്കോ കുട്ടിയെ, ഞാൻ കൊണ്ടാക്കി തരാൻ. പേടിക്കണ്ടെങ്കിൽ കേറിക്കോ. ഹലോ. ഇപ്പൊ ക്വാറന്റൈനല്ലോ. നിങ്ങളിത് എവിടെ പോയി കെടുക്കുന്നു? നമ്മളിതുപോലൊരു സഭ കൂടിയിട്ട് എത്ര കാലായി? തന്നെ പോലാണോ ഞാനും മന്ത്രിയൊക്കെ? ഞാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാ. ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ പ്രതിപക്ഷത്തിന്റെ, മന്ത്രിസഭയിലെ ഘടകകക്ഷികളുടെ. കൊല്ലൊഴിഞ്ഞ നേരമുണ്ടോ? ഈ എന്നെ മാറ്റാൻ വരെ ചരട് വലിയും പാർവയിൽ പോവാ. ഓ, ഈ മന്ത്രിപ്പണി എന്ന് പറഞ്ഞാൽ മലമറിക്കണ പണിയല്ലേ? നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കുന്നു. തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ ഇതിന്റെ ഒരു ടെൻഷൻ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കായ് എണ്ണി വാങ്ങി പോക്കറ്റിൽ വെക്കുമ്പോ ഒരു ടെൻഷനും ഇല്ലല്ലോ? ചുമ്മാതല്ലോ താൻ കാശ് തരുന്നത്. അത് ശരിയാ, കായ് എത്ര വേണമെങ്കിൽ ചെലവാക്കാം, ഞമ്മക്കൊരു മടിയില്ല. പക്ഷെ 10 വെച്ചാ 100 കിട്ടണം. ഇതെന്താ പൂരപ്പറമ്പിലെ കിലുക്കി കുത്തോ? ഇവിടം വരെ എത്തി. 4 ചക്രം കയ്യിലുള്ളത് കൊണ്ട് എന്നെ മന്ത്രിയൊക്കെ ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ തനിക്ക്. അത് നമുക്ക് പെരുത്ത് പിടിച്ച്. ഇതുകൊണ്ടൊന്നും കാര്യമായില്ല എന്റെ ഖാദറെ. തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും വേണ്ടടോ കമ്മീഷണറെ? പിന്നെ വേണ്ടാതെ.
അപ്പൊ തനിക്ക് മനസ്സിലായി, പക്ഷേ കോയയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എടോ, കോടികളുടെ കരാറാ ഞാൻ ചുളിവിൽ തനിക്ക് ഒപ്പിച്ചു തന്നത്. അതിന്റെ പതിവ് നടപടികളൊന്നും കാണുന്നില്ലാന്ന്. അങ്ങനെ വായിക്കുവാ, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നല്ല കിളി പോലുള്ള ഒരു സാധനം, അസല് ലിംഗണ തങ്കം. പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ഉടനെ ഏർപ്പാടാക്കണോ. നിങ്ങളൊന്ന് സബൂറാക്കിയേ. ഈ കോയല്ലേ പറയണേ നമ്മളെ ഏറ്റൂന്ന്. ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അല്ലേ പഞ്ചപാണ്ഡവന്മാരെ? ധർമ്മശോഷണം സംഭവിക്കുമ്പോൾ തിരകളിൽ ചോര തിളയ്ക്കുന്നതല്ലേ നിങ്ങളുടെ പാരമ്പര്യം? എന്തേ അസ്ത്രത്തിന്റെ മുന ഒടിഞ്ഞോ? അതോ വാക്കുകളുടെ മൂർച്ച കുറഞ്ഞോ? എടോ പരമനാറി ദിനേശ, പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല. പഞ്ചപാണ്ഡവന്മാരുടെ 10 കരങ്ങൾ ഒരുമിച്ചാൽ താൻ മാത്രമല്ല, തന്റെ കൊട്ടാരമുണ്ടല്ലോ ഒരൊറ്റ നിമിഷം കൊണ്ട് ശാമ്പലാക്കി കളയും. മനസ്സിലായോ ദിനേശ? പക്ഷേ ഈ പാഞ്ചാലി ഇവളിപ്പോ എനിക്ക് സ്വന്തം. കളിയിൽ ജയിച്ചു കിട്ടിയ തങ്കം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. വാടിയോളെ എന്റെ പൊന്നനുജന്മാര് ഭീമ, അർജുന, സഹദേവ, നകുല, പഞ്ചപാണ്ഡവരിൽ അഗ്രജനായ ധർമ്മപുത്രരാണ് ഈ പറയുന്നത്. ഈ ചേട്ടന്റെ ധർമ്മസങ്കടത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. കളിച്ചു, കളിയുടെ ലഹരിയിൽ ഞാനെല്ലാം മറന്നു. പാഞ്ചാലിയെ ഞാൻ പണയം വെച്ചു, നിങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെ. തെറ്റാണ് ഈ വലിയേട്ടൻ ചെയ്തത്, വലിയ തെറ്റ്. കുലമതിയുടെ അന്തസ് കാക്കാൻ എന്റെ പൊന്നനിയും മർത്തം സംയമനം അത് പാലിക്കണം. പോയി ഡല ഓടിക്കണം. ഭഗവാൻ കൃഷ്ണന്റെ കൃപകടാക്ഷത്താൽ നമ്മുടെ ധർമ്മപത്നിക്ക് ഒരു കളങ്കം ഏൽക്കില്ല. വിശ്വസിക്കുക. കഥാപാത്രം ധർമ്മത്തെ മുറുക്കെ പിടിക്കുക. പിടിക്ക്. എന്റെ അമ്മ, ഐ വിൽ നോട്ട് അഡ്മിറ്റ്. എന്ത് തോന്നിവാസമാണ് വല്യേട്ടനീ പറയുന്നത്? ഈ പന്ന റാസ്കൽസിന്റെ ചെയ്തികൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ? വില്ലാളി വീരന്മാരായ മഹാരഥന്മാരെയും അതിരഥന്മാരെയും അതിജയിച്ച ഈ പാഞ്ചാലി എന്റെ സ്വന്തമായത്. ഒടുവിൽ പെറ്റമ്മയുടെ വാക്ക് പാലിക്കാൻ എല്ലാവർക്കുമായി പങ്കുവെച്ചു. അത് ഞാൻ സഹിച്ചില്ലേ? സ്മരണ വേണം, സ്മരണ. ബട്ട് ദിസ് നോ, എന്നെ കൊണ്ടാവില്ല. മോനെ ദിനേശ, ക്ഷമിക്കേ, പറ്റിപ്പോയി. എല്ലാം ചേട്ടന്റെ തെറ്റ്. ആവേശത്തിന്റെ കാര്യത്തിൽ ഞാനും ഒട്ടും മോശമല്ല എന്ന് അനിയൻ അറിയാലോ. അനുപേന്ദ്ര ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സുധി എവിടെ? എനിക്കൊന്ന് കാണണം. വേണ്ട, ഇപ്പൊ സുധിയെ കാണണ്ട. അതെന്താ? അതിന് മാത്രം എന്താ ഇവിടെ ഉള്ളത്? അതിപ്പോ എന്താ പറയുക? അയ്യോ, അങ്ങോട്ട് പോലെ, അവിടെ വസ്ത്രാക്ഷേപം നടക്കുക. ഈ അവസ്ഥയിൽ എനിക്ക് വേറെ ആരുമില്ല. എന്നെ ഉമ്മ വയ്ക്കുവാൻ ചാഞ്ചക്കം ചാന്ന് പാടുവാൻ മടിച്ചിട്ട പൂവ നിന്നെ മഞ്ചലിക്കിടാം മാമാങ്കം പൂര വീണമാണ് സോനാലി ബാന്ദ്ര എന്തോ ഇന്നിത്ര ജാട ഷാറുഖും സച്ചിനും വേണ്ടേ വേണ്ട എന്നെ ഉമ്മ വയ്ക്കുവാൻ ചാഞ്ചക്കം ചാഞ്ഞു പാടുവാൻ
മുമ്പേ ബൈ ബൈ. നുണച്ചി പെണ്ണീവ എന്നെ ഉമ്മ വയ്ക്കുവാൻ ചാഞ്ചക്കം ചാഞ്ഞു പാടുവാൻ. വാൻകൂടിൻ നിഴൽ ചിത്രമോ കാറ്റിൻ സിംഫണിയോ കമ്പ്യൂട്ടർ കാമുകിയോ വെബ്സൈറ്റിൻ വിസ്മയമോ പാടാ പാട്ടു പാടി പാട്ടി ചെയ്തൊടുങ്ങി നിന്നെ ഞാൻ എന്റെ കൈക്കലാക്കും. പാടാ പാട്ടു പാടി പാട്ടി ചെയ്തൊടുങ്ങി നിന്നെ ഞാൻ എന്റെ കൈക്കലാക്കും. പോവാതെ പൊയ്ക്കോടി മുമ്പേ ബൈ ബൈ. നുണച്ചി പെണ്ണീവ എന്നെ ഉമ്മ വയ്ക്കുവാൻ ചാഞ്ചക്കം ചാഞ്ഞു പാടുവാൻ. മടിച്ചിട്ട് പൂവ നിന്നെ മഞ്ചലിക്കിടാം മാമാങ്കം പൂര വീണമാ. നീയാണ് സോനാലി വാണ്ട എന്തോന്നാ ഇന്നിത്ര ജാട. ഷാറുഖും സച്ചിനും വേണ്ടേ വേണ്ട. എത്ര പെട്ടെന്ന് 2 ആഴ്ച കഴിഞ്ഞത്. ചേച്ചിനി എന്നാ? എന്താ മോളെ ഇങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ അടുത്ത മാസം ഇങ്ങെത്തും. പോട്ടെ ആന്റി, അച്ഛാ, പോട്ടെ മോളെ. മക്കളൊക്കെ ഉറങ്ങിയോ? അച്ഛന്റെ കഴിവും കത്ത് 2 പേരും ഉറങ്ങാതെ കിടക്കുക. എനിക്കറിയാം, ഞാൻ വരാതെ എന്റെ മക്കൾ ഉറങ്ങൂല. പാദസരം അയ്യോ, ഞാൻ മറന്നല്ലേ മോളെ, നാളെ കൊണ്ടുവരാം. മോൾക്ക് പിടി. അപ്പൊ എനിക്കല്ലേ എന്റെ മോനില്ലാതെയാണോ? നാളെ അച്ഛൻ മറന്നെന്ന് പറയോ? ഇല്ല മോളെ, നാളെ എന്തായാലും അച്ഛൻ പാദസരം കൊണ്ടേ വരൂ. ഇനി മക്കൾ പോയി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ചെല്ല് ചെല്ല്. ചിന്നുമോൾ ഇങ്ങനെ കൊതിപ്പിക്കണോ? സുമതി, ഒന്നും ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, മറന്നിട്ടുമല്ല. എന്നെ കൊണ്ട് കഴിയണ്ടേ? പട്ടിണിയും പരിവട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതും ആ മാധവ മാഷ കനിവുകൊണ്ടാ. മക്കൾ വല്ലതും കഴിച്ചോ? ഒന്ന് മിണ്ടാതിരി മനുഷ്യ. മക്കളോടുള്ളൊരു സ്നേഹം. നിങ്ങൾക്ക് വല്ലതും വേണം കഴിക്കാൻ. വാ, എന്നിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ. ഞാൻ കുറച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചതാ. പിന്നെ നീ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട കേട്ടാ, തണുക്കും. മനുഷ്യ ഹലോ, അതെ, അനിത ഫസ്റ്റ് BA. ഓഹോ, എവിടെയാന്നാ പറഞ്ഞേ? കെയർവെൽ ഹോസ്പിറ്റൽ. ശരി, അറിയിക്കാം. ഓക്കെ. രാവുണ്ണേട്ടാ, എന്താ? അച്ഛന് സുഖമില്ലാതെ കെയർവെൽ ഹോസ്പിറ്റലിലാ. രാവുണ്ണേട്ടൻ ഒന്ന് കൂടെ വരണം. ഇപ്പൊ വരാം. ആ, എന്ത് പറ്റിയാവോ ഈശ്വര?
മാത്രം പോയാൽ മതി. അധികം ആരെ അകത്തേക്ക് വരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒന്ന് കണ്ടു. നിങ്ങളോടല്ലേ പറഞ്ഞത്? എന്റെ അച്ഛൻ എവിടെ? അച്ഛനോ? ഏതച്ഛൻ? ഈ പേടിക്കണ്ട കുട്ടിയെ, ഞമ്മളൊക്കെ എന്റെ അച്ഛനെ പോലുള്ള മനുഷ്യന്മാരാ. വാമോ, ഇതാരും അറിയാൻ പോണില്ല. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അന്റെ മേത്ത് ഞമ്മൾ കൈവച്ചിട്ടേ ഉള്ളൂ. അതിന് ഈ ഞമ്മടെ മേത്ത് ചെരുപ്പോണ്ട് വെച്ച് അത് ഞമ്മള് മറക്കൂല മോളെ. അല്ല, എന്തോ ഒരു കോളുണ്ടല്ലോ, പ്രോട്ടോകോൾ. അത് തെറ്റിക്കണ്ട. ആദ്യം മന്ത്രി, പിന്നെ കമ്മീഷണർ, ഒടുക്കൻ ഞമ്മ. എന്ത് പറ്റി മോളെ? എന്താ ഇവിടെ നടന്നൊന്നും നീ കണ്ടിട്ടില്ല, നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല. മനസ്സിലായോടാ? മോളെ, എന്ത് പറ്റി മോളെ? നിനക്ക് സുഖമില്ലേ? സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വജകൽപദേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യപ്രഭം രാമം കരസാരസയുഗസ്തു ദർശക ശരശാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവാരം കനകോജ്വലരത്നകുണ്ഡലാഞ്ജിതഗന്ധം കമലദളലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാ രാമമീഠേ പുരതസ്ഥിതം സാക്ഷാധീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യദാനും പിന്നെ ലോകേശ്വരനാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമമനയായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചീടിനാള. മോളെ, മോളെ, വാതിൽ തുറക്ക്. നിനക്ക് കാണണ്ടേ? നീ വരാൻ വേണ്ടി കാത്തിരുന്നതാ. മോളെ, വാതിൽ തുറക്ക്. മോളെ, വാതിൽ തുറക്ക്. വേണ്ട, തുറക്ക് മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
പറവ വീണ്ടും പാറിയെത്തുമോ നീ നനഞ്ഞ മഴനിലാവ് പെയ്തു തോരുമോ ചിറകൊടിഞ്ഞ പറവ വീണ്ടും പാറിയെത്തുമോ ഇരുൾ വീഴുമീ ഇടനാഴി ഇരുൾ വീഴുമീ ഇടനാഴി ഒരു നേർത്ത നോവിൻ്റെ വിളി കേൾക്കുവാൻ നീ നനഞ്ഞ മഴനിലാവ് പെയ്തു തോരുമോ ചിറകൊടിഞ്ഞ പറവ വീണ്ടും പാറിയെത്തുമോ മായാത്തൊരോർമതൻ പൂഞ്ചിനി മൗനവും ഞാനും മാത്രമായി മായാത്തൊരോർമതൻ പൂഞ്ചിനി മൗനവും ഞാനും മാത്രമായി വാത്സല്യം ചുരത്തിയ പാൽനുരയിൽ തോരാത്ത കണ്ണീരിൻ കടൽത്തിരയാ നീ നനഞ്ഞ മഴനിലാവ് പെയ്തു തോരുമോ ചിറകൊടിഞ്ഞ പറവ വീണ്ടും പാറിയെത്തുമോ ആരാ എന്താ എങ്ങോട്ട് വേണം അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എവിടേക്കാ കൊണ്ടുപോകുന്നേ അയ്യോ അയ്യോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല രാവണിക്ക് അല്ലേ നല്ല മനസ്സിന്റെ ലക്ഷണമാണത് പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് ഇത്തരം നല്ല ആൾക്കാർക്ക് ഭൂമിയിൽ അധികകാലം ജീവിക്കാൻ കഴിയില്ല അല്ല അതിപ്പോ തന്നെ രാവണിക്ക് ബോധ്യാവും ഇവരൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായ ഇത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ദിവാകരൻ സാർ, അത് സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ സാർ, പിന്നെ ഞമ്മള് തറ. ഇവർക്കൊക്കെ നഷ്ടമാവുന്നത് എന്താണെന്ന് എനിക്കറിയോ? അവരുടെ സ്ഥാനവും മാനവും. തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ നമ്മുടെ രഹസ്യം പുറത്തറിഞ്ഞാൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കുമെന്ന്. പിന്നെ ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതും മറ്റൊരു തെറ്റുകൊണ്ടാ. അതാ ഞങ്ങള്. പിന്നെ ഇതല്പം മുമ്പ് താൻ എഴുതിയ കഥ ഇതൊന്ന് വായിക്കണോ കാതറെ? അല്ലെങ്കിൽ വേണ്ട, തനിക്ക് വായിക്കാൻ അറിയോ? ഇങ്ങതാ ഞാൻ വായിക്കാം. എന്റെ കടങ്ങൾ എനിക്ക് താങ്ങാവുന്നതിനപ്പുറം എനിക്ക് ജീവിതം മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. നാളെ നേരം പുലരുമ്പോ നിന്റെ ശവം ഉണ്ടാവും ദേ അവിടെ. താങ്ങാനാവാത്ത കടം കൊണ്ട് രാവുണ്ണി ആത്മഹത്യ ചെയ്തെന്ന് ജനം പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെയൊക്കെ ഭാവിയുടെയും നിലനിൽപ്പിന്റെയും മേലസായി ഇവിടെ ഇരിക്കട്ടെ. താൻ ചാടുന്നോ അതോ ഞങ്ങൾ ചാടിക്കണോ? വേണ്ട സാർ, ദൈവത്തെ ഓർത്തെന്നെ കൊല്ലരുത്. എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് സാറുമാരെ.
ഞാൻ പോയാ എന്റെ കുട്ടികൾ അനാഥരാവും. പൊതുമരാമത്ത് മന്ത്രി ദിവാകരനും സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രനും കോൺട്രാക്ടർ കാദർ കോയയും. പരാതിക്കാരന്റെ ഭാഷയിൽ തന്റെ ഇളയ മകൾ അനിതയെ അതിക്രൂരവും മൃഗീയവും പൈശാചികവുമായ രീതിയിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അത് താങ്ങാനാവാതെ മനം നൊന്ത് അവൾ ജീവനൊടുക്കി. അതിനു സാക്ഷിയായ രാവുണ്ണി എന്ന പാവം കച്ചവടക്കാരനെ ആത്മഹത്യ എന്ന വ്യാജേന മൂവർ സംഘം കൊല ചെയ്തിരിക്കുന്നു. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. എന്തൊരു ഭാഷ, എന്തൊരു പ്രസന്റേഷൻ! ആഹാ, ഒരു ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് പറ്റിയ ഒന്നാം തര എലമെന്റ്. എടോ കിളവാ, താനും തന്റെ മോളും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാ? താനൊക്കെ എന്ത് പോക്കിർത്തരമാണോ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ഈ ഒരൊറ്റ പരാതി മതി തന്നെയും തന്റെയും മോളെയും പിടിച്ച് അകത്തിടാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലേ അച്ഛന്? പെറ്റീഷൻ, മാങ്ങാത്തൊലി, നിർത്തടി ഒരുമ്പട്ടോളെ. ആ പുല്ലേ, ഒരുമ്പട്ടോള് തന്റെ വീട്ടിലെ മറ്റോളായിരിക്കും. ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അറിയാം താനൊക്കെ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ലെന്ന്. ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി വെറുതെ വന്നു മാത്രം, ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി. എനിക്കറിയാം താനൊക്കെ മറ്റവന്റെ പാലാണെന്ന്. എന്റെ നേർക്കുയർന്ന ഈ കൈയുണ്ടല്ലോ, വെട്ടി അരിയും ഞാൻ തുടങ്ങാൻ പോവാ. മോളിന്ന് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അന്നും ഈ ഉശിരുണ്ടാവണം. കാണാം CI സാറേ. കടത്തിൽ മുങ്ങി മുങ്ങി ആത്മഹത്യ ചെയ്ത പാവം രാവുണ്ണിയുടെ ആത്മശാന്തിക്ക് വേണ്ടി. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അജിത. നിങ്ങൾ എല്ലാവരും കൂടി കശക്കെറിഞ്ഞ പാവം പെൺകുട്ടിയുടെ ചേച്ചി. എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി നടപ്പിലാക്കാൻ വന്നതാണ് ഞാൻ. എന്താ? എവിടെയോ തന്റെ മോള്? വിളിക്കോളെ. എന്താ
എന്താ നിന്റെ ഉദ്ദേശം? നീ ആരോടെ കളിക്കുന്നറിയോ? ഒരെണ്ണം പോയി ഇനി ഇതിനെ കൂടി കുരിഞ്ഞു കൊടുക്കണോ? എന്നെ കൊല്ലടി, ഒരെണ്ണം നഷ്ടപ്പെട്ടവരാ ഞാൻ. എന്റെ മോക്ക് ഭ്രാന്ത, അവളെ പിടിച്ചു കെട്ടു. 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 എന്റെ ജീവനും ഭീഷണി നേരിട്ടപ്പോഴാ അച്ഛൻ ഇവിടെ കൊണ്ടിട്ടത്. ഞാൻ ഓർത്തു, ഒരുപക്ഷെ അച്ഛന്റെ സുരക്ഷിതത്വത്തിനും കൂടി ആയിരിക്കും അതെന്ന്. എന്നിട്ടും എല്ലാം കണ്ടില്ല അമീർ. കീഴടങ്ങരുത്. കണക്കുകൾ തീർക്കണം. അതിനുള്ള കരുത്ത് ഇയാൾക്കുണ്ട്. പക്ഷേ ഓരോ ചൂടും സൂക്ഷിച്ചു വേണം. ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. സാർ, അവരോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. നോ, ഇപ്പൊ ആരും ഇങ്ങോട്ട് വിടണ്ട. അജി, ഒന്നും കഴിക്കാത്തല്ലേ? നല്ല ക്ഷീണുണ്ടാവും. അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഇത് അജി, ഒന്നും കഴിക്കാത്തല്ലേ? നല്ല ക്ഷീണുണ്ടാവും. അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഇത് കഴിക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എങ്ങനെയും നമ്മളെ അവർ ട്രേസ് ഔട്ട് ചെയ്യും. ഭാഗ്യത്തിന് വളരെ സേഫായ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. ഒരു ദേവേന്ദ്രന് പോലും ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞമ്മക്കിത് മനസ്സിലാവില്ല. എന്ത് പേടിക്കണ്ട നിങ്ങൾ ഈ പറയണേ? ഞമ്മക്കൊരു സമാധാനം കിട്ടുന്നില്ല. അടി കൊണ്ട പാമ്പാ പാഴ്ച രണ്ടും കൽപ്പിച്ച ഓള് പുറത്തു ചാടിയിട്ടുണ്ടാവുക. അവൾ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ലടോ. കൊഞ്ചം തുള്ളിയാ മുട്ടോളം. പിന്നെ ചട്ടിയില് 24 മണിക്കൂറിനകം അവളെ എന്റെ മുന്നിലെത്തിക്കും. എന്നിട്ട് മൂക്ക് കൊണ്ട് ഇച്ഛ വരപ്പിക്കും ഞാൻ. താൻ കണ്ടോ? മന്ത്രി ഇമാതിരി കുളൂസൊക്കെ തന്നെയാ പറഞ്ഞേ. ഇങ്ങക്കൊക്കെ എസ്കോർട്ടും പോലീസും പട്ടാളൊക്കെ ഉണ്ട്. ഞമ്മക്ക് എന്ത് മാങ്ങാത്തോലേ ഉള്ളത്? ഞാനും മന്ത്രി ഇവിടെ ഉള്ളിടത്തോളം കാലം തന്റെ രോമം തൊടാൻ പോലും ഇവിടെ ഒരുത്തനും ധൈര്യം വരില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞമ്മക്ക് വിശ്വസിക്കാലോ. ഉറപ്പല്ലേ കമ്മീഷണറെ? ഉറപ്പ് ഞാനല്ലേ പറയുന്നത്. ഓക്കെ. റബ്ബുലാലമീനായ തമ്പുരാനെ, എന്തൊക്കെ ആവത്താണാവോ വരാൻ പോണേ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ വേഷത്തിലിപ്പോ അജിയുടെ അച്ഛന് പോലും ഐഡന്റിഫൈ ചെയ്യാനാവില്ല. ഓക്കെ, ലെറ്റ് us proceed.
ഹലോ. ആ കമ്മീഷണറെ, ആ പാഴ്ച നമ്മളെ വിളിച്ചേരുന്ന് എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടുന്നില്ല. ആകെ ഒരു കൊയമാന്തരം. താനിപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? ഒരു ബൂത്തീന്നാ. നമ്മുടെ സെല്ല ഔട്ടാ. ആ പിന്നെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ വിളിച്ച് വേറൊരു സംഗതിക്കാം. നമ്മുടെ തലപ്പരാന്ത് മാറിക്കിട്ടാൻ ഒരു സാധനം ഏർപ്പാടാക്കിയേക്കുന്നു. ആ ഒരു സ്വയംബൻ സാധനം. പോർന ഒരറബിച്ച് ഖത്തറിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഇറങ്ങിയതാ. തൽക്കാലം നമ്മുടെ ടെൻഷൻ ഒന്ന് മാറട്ടെ. അങ്ങനെ വഴിക്കുവാ. ഞാനും ഒരു ത്രില്ലിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ആലോചിച്ചതാ. അപ്പതേ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും. ആ ഗ്രീൻലാൻഡിൽ 2 മുറി ഏർപ്പാട് ചെയ്യും. ഒന്ന് ഞമ്മക്കും ഒന്ന് ഓൽക്കും. ഓല ആദ്യം അവിടെ എത്തും. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. സൂക്ഷിക്കണ്ടേ? താടിയാണെങ്കിലും മൂടിക്കുടിക്കണല്ലോ. ശരി എന്നാല്. ഓക്കെ. യെസ്, കം ഇൻ. അജിത. What? അജിത. ലുക്ക് മിസ്റ്റർ കമ്മീഷണർ ഭദ്രൻ, എന്റെ ആദ്യത്തെ ഇരയാവാനുള്ള ഭാഗ്യം നിനക്കാണ്. താങ്ങാനാവാത്ത പാപഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ ഡെഡ് ബോഡി ആയിരിക്കും നാളത്തെ പ്രഭാതത്തിൽ ലോകം കാണുന്നത്. ഒരു ആത്മഹത്യ എന്റെ അനിയത്തി ചെയ്ത പോലെ, രാവണേട്ടൻ ചെയ്ത പോലെ വെറും ഒരു ആത്മഹത്യ. അതിനു മുൻപ് താൻ എനിക്കൊരു മരണക്കുറിപ്പ് എഴുതി തരണം. എഴുത്. ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. ആഹാ, എന്തൊരനുസരണ. ഇനി ഞങ്ങൾ നിനക്ക് സമ്മാനിക്കാൻ പോകുന്നത് നിശബ്ദമായ, തണുത്ത, തീരെ തണുത്ത ഒരു മരണം. അമീർ, come on, hurry up. മിസ്റ്റർ ഭദ്രൻ, ഇനി എല്ലാം ഭദ്രം. മംഗളം ഭവന്തു. നമസ്കാരം.
പ്രധാന വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ IPS ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. റബ്ബർ വിലയിടിവിനെതിരെ ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ കലക്ട്രേറ്റ് പിക്കറ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ IPS ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ഇതൊരു ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസ് ഭദ്രന്റേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് ക്രമസമാധാനത്തിന്റെ പ്രശ്നം തന്നെയാണെന്ന് ഞാൻ പറയൂ. പോലീസിന്റെ അലംഭാവം അല്ല പിന്നെന്താ? എടോ ദിവാകര, താൻ വയലന്റ് ആകാതെ. പോലീസ് കമ്മീഷണറുടെ മരണം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മരിക്കുന്നതിന് മുമ്പ് കമ്മീഷണർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പും കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണെന്ന്. അതുകൊണ്ട് കേസിന്റെ ചുമതല എത്രയും പെട്ടെന്ന് പ്രാപ്തനായ ഒരാളെ ഏൽപ്പിക്കണം. പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ശരി, ഓക്കെ, നമുക്ക് വേണ്ടത് ചെയ്യാം. താനിപ്പോ ചെല്ല്. ഹലോ, അതെ, സാർ ഇപ്പം എത്തിയതേ ഉള്ളൂ. കൊടുക്കാം സാർ. യെസ്, കമ്മീഷണർ അലക്സ് ഡേവിഡ്. ഞാൻ ദിവാകരനാ. യാത്രയൊക്കെ സുഖമായിരുന്നു സാർ. വരുമ്പോ വഴിയിൽ വെച്ചെന്തോ ഉടക്കുണ്ടായെന്ന് കേട്ടു. ചെറുതായിട്ട്. പിന്നെ ഒരു സ്വകാര്യം, അതത്ര സീരിയസ് ആക്കണ്ട. അവരെങ്ങ് വിട്ടേക്കെ. അത് ശരിയാവില്ല സാർ. ഇപ്പൊ അവരെ വിട്ട് കളഞ്ഞാൽ അത് അവർക്ക് കയറി പറ്റാനുള്ള ഒരു ഏണിയാവും. ഏയ്, അവരങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല. എനിക്കറിയാം. അവരെ വിട്ടേക്ക്. സോറി സാർ, അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ അങ്ങ് പോട്ടെ.
ഫേറ്റാണ്. ഒരു പൂർവ്വജന്മ നിശ്ചയം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എന്റെ ഫേറ്റാണെന്ന് വെക്കാം. പക്ഷെ അമീർ, ഇത് ജീവൻ പണയം വെച്ചുള്ള കളിയാണ്. എനിക്ക് ജീവിതം ഒരു ഉത്സവമല്ല, ജീവിച്ചു തീർക്കലാണ്. ഈ യുദ്ധത്തിൽ മരിച്ചാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമീർ പ്ലീസ്. സോറി. എനിക്കറിയില്ല സാർ. എന്റെ ഇളയ കുട്ടിയെ ദൈവം കൊണ്ടുപോയി. അജിതയുടെ ജീവനും ഭീഷണി ഉണ്ടായപ്പോഴാ ഭ്രാന്താശുപത്രിയിലാക്കിയത്. പക്ഷേ അതിപ്പോ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഓർത്തില്ല. അവളൊരു പാവാ. 2 കൊലപാതകം ചെയ്തോളാം നിങ്ങളുടെ മകള്. എന്നിട്ട് മകളെ ഞായിരിക്കുക. ഒരിക്കലും അല്ല സാർ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാ ഞാനും എന്റെ മക്കളും. നിങ്ങളുടെ ഒരു വിധി. എന്റെ മോൾ ആരെയും കൊന്നിട്ടില്ല. ആരെങ്കിലും ഒന്ന് വിശ്വസിക്കും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്. ഇതെന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് മാഷ് ഈ അന്വേഷണത്തോട് സഹകരിക്കണം. വരട്ടെ. അമീർ ഖാൻ, 32 വയസ്സ്, അജിതയോടൊപ്പം ഭ്രാന്താശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട ചെറുപ്പക്കാരൻ. പഴയൊരു വിപ്ലവകാരി. 87-ൽ ശ്രീലങ്കയിലെ IPKF-ന്റെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ച് നഗരമധ്യത്തിൽ പ്രൈം മിനിസ്റ്ററുടെ കോലം കത്തിച്ച കേസിൽ 6 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ. പക്ഷെ എനിക്കറിയേണ്ടത് ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ അംഗം, പുതിയ മാളിയേക്കൽ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ഏക മകൻ. ജനസേവനമാണ് പുള്ളിയുടെ ഏർപ്പാട്. ബാപ്പയുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോയില്ലായിരുന്നു. സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ള ഈ ചെറുപ്പക്കാരന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ സാർ? ഈ വളണ്ടറി റെസിസ്റ്റൻസ്. എന്താ പേര്? അമീർ. അയാളുടെ അല്ലടോ തന്റെ? ബാലൻ സാർ. നല്ല പേര്, ബാലൻ. ഓക്കെ. ഈ അജിതയും അമീറും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിടത്തോളം ഭ്രാന്താശുപത്രിയിൽ നിന്നാണ് പരസ്പരം കാണുന്നത് തന്നെ. പിന്നെ അവര് തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയില്ല സാർ. മതി മതി. ഈ പരാതിമേൽ എന്ത് മൂവ്മെന്റ്സ് ആണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? സാർ, അത് പരാതിയിൽ പരാമർശിക്കപ്പെട്ട ആളുകളൊക്കെ ഉന്നതന്മാരായിരുന്നു അല്ലേ? അതല്ല സാർ, വേണ്ടത്ര തെളിവുകളോ രേഖകളോ ഹാജരാക്കാതെയാണ് അവർ പരാതി തന്നത്. എടോ, ഒരു സൂചന കിട്ടിയാൽ അതിന്മേൽ വേണ്ടത്ര തെളിവുകളും രേഖകളും കണ്ടെത്തേണ്ടതാണ് എന്റെയും തന്റെയൊക്കെ ഡ്യൂട്ടി. അല്ലാതെ ഒരുമാതിരി പോയല്ലേ? ഇത് മിനിസ്റ്റർ ദിവാകരനാ. ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഞാനിങ്ങോട്ട് വാ. ഒരു ടാറ്റ സുമോ അവിടെ വെച്ച് തന്നെ പിക്ക് ചെയ്യാനായി. എന്റെ ഒരു സുഹൃത്താ. താനിങ്ങ് പോരെ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ഓക്കെ. ഞാൻ അജിത. ഞാൻ അമീർ, അമീർ ഖാൻ. പരാക്രമം കാണിച്ചതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ തന്റെ പതിവ് രക്ഷകരാരും ഇതുവഴി വരാൻ പോകുന്നില്ല. എന്നെ വിടി, ഞാനൊരു പാവാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ തരാം. എന്റെ ജീവൻ കിട്ടിയാ മതി. എന്തും തരാൻ പറ്റുമോ? എന്തും തരാം. ഉറപ്പാണോ? പടച്ചവനാണ് ഉറപ്പ്. എങ്കിൽ എന്റെ അനുജമോളുടെ ജീവൻ താ. എന്താ ഈ പറയണ്? അത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ഞാൻ പടച്ചോനൊന്നല്ലല്ലോ. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ പടച്ചോൻ തനിക്ക് അധികാരം തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് സെൻട്രൽ ജയിലിലെ തൂക്കുകയറല്ല. എന്റെ കോടതിയിൽ അന്ത്യവിധിക്ക് ശേഷം തനിക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കൊലക്കയറാണ്. വിധിക്ക് മുൻപ് തന്റെ കുറ്റപത്രം ഞാൻ വായിക്കുന്നില്ല. കാരണം തനിക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയും വിവരവും ഇല്ല.
കഴുത്തിലിടും. അമീർ, സാർ വിളിപ്പിച്ചത്? തന്റെ ഒരു കോപ്പിലെ അന്വേഷണം, മാങ്ങാത്തൊലി. തന്റെ മൂക്കിന് താഴെ വെച്ച് വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം നടന്നിട്ട് താനും തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ആക്ഷൻ എടുത്തോ എനിക്കറിയണം. Within 24 hours, I expect a call from you, a message, a positive message from you. സാർ, അമീർ, അമീർ, come on, hurry up. സറണ്ടർ ആവുന്നതാണ് നല്ലത്. വന്നു. കാണാം. Bye. എവിടാ അവൾ? ചത്തുപോയി നിന്റെ കാമുകിയുടെ മറ്റവൾ. പറടാ, എടാ പറയാൻ. നിന്നെ പാവം, ഇവനെ വിട്ടേക്ക്. ഇവൻ കണ്ടിട്ടുണ്ടാവില്ല. ചത്തുപോയി നിന്റെ കാമുകിയുടെ മറ്റവൾ. പറടാ, എടാ പറയാൻ. നിന്നെ പാവം, ഇവനെ വിട്ടേക്ക്. ഇവൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ മോൻ കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ പണി ഇനിയും കൂടും. തൽക്കാലം മുമ്പ്. ആ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. മനസ്സിലായല്ലോ? കമ്മീഷണർ അലക്സ് ഡേവിഡ് തന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രി ദിവാകരൻ പഴയ ഏഴാങ്കൂല ദിവാകരനാവുമെന്നല്ലേ താൻ പറഞ്ഞു വരുന്നത്? പക്ഷെ അതിനേക്കാൾ വലിയ ഒന്നില്ലടോ, അജിത. ആ പഴയ ഏഴാങ്കൂലിയിൽ നിന്നും മന്ത്രി ദിവാകരനിലേക്കുള്ള യാത്രയിൽ എനിക്ക് തടസ്സമായി നിന്നതിനെ മുഴുവൻ ഞാൻ വെട്ടിമാറ്റിയിട്ടേ ഉള്ളൂ. ഒന്നും ബലി കഴിക്കേണ്ടി വന്നിട്ടില്ല. ഒന്നും നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറില്ല. എനിക്ക് അവളെ വേണം, അജിതേ. ഒപ്പം ഞാൻ പടുത്തുയർത്തിയ എന്റെ ഈ സാമ്രാജ്യവും. അവൾ അവസാനിപ്പിക്കാൻ പോകുന്നിടത്ത് നിന്ന് ഞാൻ തുടങ്ങും. താൻ കണ്ടോ? സാർ, അത് വേണ്ട, താൻ ഒന്നും പറയണ്ട. ഈ അംഗം ജയിക്കാൻ ദിവാകരൻ മാത്രം മതി.
ഞാൻ ദിവാകരൻ. ఏం బ్రదర్ బాగున్నారా? ఏం గొడవ చెప్పు. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. అలాగా അത് ഞാൻ നേരിട്ട് പറയാം. బ్రదర్ నువ్వేం భయపడద్దు, నేను ఎప్పుడు బయలుదేరి వస్తాను. ഓക്കെ. പേടിച്ചു പോയോ? നോ സാർ. തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ. എന്താ സാർ? വളച്ചുകിട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. തന്റെ കേസ് അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ നിന്നും മന്ത്രിയെ മാറ്റി നിർത്തണം. വാട്ട് യു മീൻ സാർ? കൂൾ ഡൗൺ. ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആളെ മാറ്റലും പുതുതായി ചേർക്കലും ഒക്കെ. നോ സാർ, അങ്ങനെ ഒരു കോംപ്രമൈസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. തനിക്ക് ചെറുപ്പത്തിന്റെ അത്രല്ല, ഐ മീൻ ക്രേസ്. ഈ പ്രായം പിന്നിട്ടവനാ ഞാനും, എനിക്കറിയാം. ഇല്ല സാർ, നിങ്ങൾക്കൊന്നും അറിയില്ല. നിർത്താൻ നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ യൂണിഫോമിന്റെ കോപ്പിലെ മഹത്വം. എനിക്കിത് കോപ്പിലെ യൂണിഫോം അല്ല, ആത്മാർത്ഥിയുടെ വിശുദ്ധ വസ്ത്രം. പിന്നെ ഈ നിയമത്തിന് മുമ്പിൽ വലിപ്പച്ചെറുപ്പുണ്ടോ സാർ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ തന്റെ ഇടമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. സ്മാർട്ട്നെസ് കൊള്ളാം, ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. അമിതാവേശം അപകടത്തിലെത്തിക്കും. താൻ വളരെ ചെറുപ്പമാണ്, ഇനിയുമുണ്ട് ജീവിതം ഒരുപാട്. 10 ജന്മം കൊണ്ട് നിനക്ക് നേടാൻ കഴിയാത്തത് ഞാൻ തരും ഈ നിമിഷം. 10 ജന്മല്ല, 100 ജന്മം പട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഒരു നിമിഷം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ആണത്തത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ എനിക്കിഷ്ടം. ഏടോ അലക്സേ, ഇതൊക്കെ 10 ആളുടെ മുന്നിൽ വെച്ച് കയ്യടി വാങ്ങാൻ പറയുന്ന ഭംഗിവാക്ക്. ഇത് കത്തുന്ന പുരയാ, ഊരുന്ന കഴുക്കോ ലാഭം. വെറുതെ തീകെടുത്താമെന്ന് ശരീരം പൊള്ളിക്കണോ? അത് നിങ്ങൾക്ക്, എനിക്കതല്ല. ഈ നാടിനെ തീ വെച്ച് കരിച്ച് നിങ്ങളെ പോലുള്ളവരാ. തൊട്ടാ നീ എന്തിയടാ പുല്ലേ?
Huh?